നമസ്കാരം. 2025 കുവൈറ്റിൽ നിന്ന് നാട് കടത്തിയത് 39,487 പ്രവാസികളെ. താമസ നിയമലംഘനങ്ങൾ, തൊഴിൽ നിയമലംഘനങ്ങൾ, മയക്കുമരുന്ന് കടത്ത്, മറ്റ് ക്രിമിനൽ കേസുകൾ, പൊതുജന സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എന്നിവയാണ് പ്രധാനമായും നാടുകടത്തലിന് കാരണമായത്. സുരക്ഷാ മേഖലയിലെ അധികാരികൾ ശക്തമായ സമീപനവും നിയമം കർശനമായി നടപ്പാക്കുന്ന നയവുമാണ് സ്വീകരിക്കുന്നതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. രാജ്യത്തിന്റെ സുരക്ഷയും സ്ഥിരതയും നിലനിർത്തുന്നതിനും ക്രമസമാധാനം തകർക്കുകയോ സമൂഹത്തിന് ഭീഷണി ഉയർത്തുകയോ ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കുന്നതിനും അധികാരികൾ പ്രതിജ്ഞാബദ്ധമാണെന്നും സുരക്ഷാ വൃത്തങ്ങൾ വ്യക്തമാക്കി. ആവശ്യമായ എല്ലാ നിയമപരമായ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയ ശേഷമാണ് നാടുകടത്തൽ ഉത്തരവുകൾ പുറപ്പെടുവിച്ചത്. വിവിധ സുരക്ഷാ വിഭാഗങ്ങൾ ബന്ധപ്പെട്ട അധികാരികളുമായി ഏകോപിപ്പിച്ച് നടത്തുന്ന തുടർച്ചയായ സുരക്ഷാ പരിശോധനകളുടെ ഭാഗമായിട്ടാണ് ഇവ നടപ്പിലാക്കിയത്. നാടുകടത്തപ്പെട്ടവരിൽ ചിലർ തങ്ങളുടെ കുടുംബത്തോടൊപ്പം രാജ്യത്ത് താമസിച്ചിരുന്നവരാണ്. നാടുകടത്തപ്പെട്ടവർ സ്പോൺസർ ചെയ്ത താമസാനുമതി രേഖകൾ ഉണ്ടായിരുന്നതിനാൽ അവരുടെ കുടുംബാംഗങ്ങളെ രാജ്യം വിടാൻ നിർബന്ധിതരാക്കി. ഓരോ കുടുംബത്തിൻ്റെയും താമസാനുമതിയുടെ നിലവിലെ സ്ഥിതി വിലയിരുത്താനാണ് ഇത്തരം തീരുമാനങ്ങൾ കൈക്കൊണ്ടതെന്നും സുരക്ഷാ വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു. തുടർന്നും സുരക്ഷാ പരിശോധനകൾ ശക്തമായി തുടരും. താമസാനുമതി ദുരുപയോഗം ചെയ്യുകയോ നിയമലംഘനങ്ങൾ നടത്തുകയോ ചെയ്യുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാൻ അധികാരികൾ മടിക്കില്ലെന്നും മുന്നറിയിപ്പ് നൽകി. കുവൈറ്റിന്റെ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുന്ന എല്ലാവരെയും രാജ്യം സ്വാഗതം ചെയ്യുന്നുവെന്നും അധികാരികൾ വ്യക്തമാക്കി.